വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പാർട്ട് 1 ആയിട്ട് എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണി എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിട്ടുണ്ട്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ഒരു പാർട്ട് 2ൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞതൊന്ന് ചുരുക്കിയിട്ട് ഇപ്പോൾ പറയാം. അതായത് ഞാൻ ഒരു കല്യാണം കഴിഞ്ഞ ആ ഒരു ടൈമെല്ലാം എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നുണ്ടായത് 55 kg, 54, 55 അങ്ങനെയാണ് ഉണ്ടായിട്ടുണ്ടായത്. പിന്നെ പ്രഗ്നൻസി ടൈം, അതായത് ഞാൻ ഡെലിവറിക്ക് പോകുന്ന അന്ന് എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 63 kg ആണ്. 2023 ഫെബ്രുവരിയിലാണ് ഡെലിവറി ഉണ്ടായത്. അതിനുശേഷം ഒരു 6 months വരെ, അതായത് ഒരു സെപ്റ്റംബർ ആ ഒരു ടൈം വരെ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 65 kg തന്നെയാണ് പോകുന്നുണ്ടായിന്. പിന്നെ അതിന് ശേഷം എനിക്ക് പിത്താശയത്തിൽ കല്ലുള്ളതുകൊണ്ട് അത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിന്. അപ്പം ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്യുന്നത് ആ ഒരു 2023 ഡിസംബറിൽ തന്നെ ആ ഒരു ടൈമാണ് റിമൂവ് ചെയ്തിട്ടുണ്ടായത്. അപ്പം ആ ഒരു സർജറി ചെയ്യുന്ന ടൈം എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 52 ആണ്. കാരണം ആ ഒരു ടൈം ഫുഡൊന്നും അധികം കൊഴുപ്പുള്ളതോ അങ്ങനെയുള്ളതൊന്നും കഴിക്കാൻ പറ്റില്ല. ഈ ഒരു പ്രശ്നം വന്നവർക്ക് അറിയായിരിക്കും. അങ്ങനെ കൊഴുപ്പുള്ള അധികം കഴിക്കരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മൊത്തമായിട്ട് ഫുഡൊന്ന് കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് പെയിൻ വരും. പെയിൻ മാത്രമല്ല, ചില ടൈം ഇത് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അത് മൊത്തമായിട്ട് നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞത് ആ ഒരു ഡിസംബറിൽ, അതും 2023 ചെയ്തിട്ടുണ്ടായിന്. പിന്നെ ഒരു എനിക്ക് തോന്നുന്നു 2024 ജാനുവരി ടു ആ ഒരു 2024 ഡിസംബർ വരെ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 52, 53, 52, 53 ആ ഒരു ഇതിൽ തന്നെയാണ് പോകുന്നുണ്ടായത്. അന്നേരം കുറച്ച് കൺട്രോൾ ഉണ്ട്. അധികം നമുക്ക് ഒരു 5-6 മാസം വരെ അധികം ഓയിലി ആയിട്ടുള്ളതും പിന്നെ അധികം പാല് അങ്ങനെയുള്ളതൊന്നും കഴിക്കാൻ പാടില്ല. പൊതുവെ അതൊന്നും ഞാൻ കഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ അധികം പ്രത്യേകിച്ച് എക്സസൈസോ കാര്യമൊന്നും ഇല്ലാണ്ടാണ് ആ ഒരു 52, 53. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഈ ഒരു 2025 സ്റ്റാർട്ടിങ് തുടങ്ങിയ ടൈമാണ് ഞാൻ കുറച്ചും കൂടി വെയിൻ ഗെയിൻ ചെയ്തത്. അത് ഞാൻ തടിക്കണം എന്ന് തന്നെ വിചാരിച്ചിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്തതാണ്. പിന്നെ തടിക്കണം എന്നല്ല, എനിക്ക് 55 എത്തണം എന്നുള്ളൊരു ഇത് ഉണ്ടായിട്ടുണ്ടായിന്. അതുകൊണ്ട് ഫുഡ് നോർമലി നമ്മൾ കഴിക്കുന്നത് പോലെ കഴിക്കാൻ തുടങ്ങി. പിന്നെ ആ ഒരു 55 ഞാൻ എത്തിയിട്ടുണ്ടായത് ഈ ഒരു മെയ് ടൈം എത്തിയിട്ടുണ്ടായത് ഒരു 58, 59. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. 58 ഇല്ലെങ്കിൽ 59. പിന്നെ ഒരു ജൂൺ 1 അങ്ങനെ മുതലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം എനിക്കൊരു 55 തന്നെ മതി എന്നുള്ള ഇതിൽ. അങ്ങനെ ഇപ്പോൾ ഒരു ജൂലൈ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക്, അതായത് 2 months ഏകദേശം അത്രയിലേ ആയിട്ടുണ്ടാവും. 55 കറണ്ട് വെയിറ്റ് എന്ന് പറയുന്നത് ഇപ്പം 55 ആണ്. അത് എങ്ങനെ എത്തി എന്നാണ് പറയാൻ പോകുന്നത്. ഈ ഒരു 2 months കൊണ്ടാണ് ഞാനൊരു 58 ആ ഒരു ഇതിലുള്ളത് 55ലേക്ക് വന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചെയ്തിട്ടുണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ കട്ട് ചെയ്ത്. പൊതുവെ അങ്ങനെ ഞാൻ ചായയും കാപ്പിയും അധികം കുടിക്കാറില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഷുഗർ കട്ട് ചെയ്ത്, ഷുഗർ ഇടാണ്ടാണ് കഴിക്കലധികം. പിന്നെ ചില ടൈം ഷുഗർ ഇട്ടിട്ട് തന്നെ കഴിക്കും. അല്ലെങ്കിൽ നമ്മൾ കട്ടൻ ചായ, പാലിക്കാതെ കട്ടൻ ചായ അങ്ങനെയില്ലാന്ന് കുടിക്കൽ. ഇപ്പം എങ്ങനെയാണോ വെയിറ്റ് കുറച്ചെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇത് പെട്ടെന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റുന്നതാണ്. കാരണം പ്രത്യേകിച്ചിട്ട് ഞാനൊന്നും കുറേ ഫുഡ് ഐറ്റംസ് ഒന്നും കുറച്ചിട്ടുണ്ടായിട്ടില്ല. കാരണം എനിക്ക് ആകെ അത്രയും വെയിറ്റ് കുറയാനുള്ള ആ ഒരു 58 നിന്ന് 55ലേക്ക്. പിന്നെ കുറച്ചിട്ടുണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഞാൻ ആ ഒരു ഈ ഒരു ജാനുവരി ടു മെയ് വരെ ഞാൻ 2 അല്ലെങ്കിൽ 3 ദോശയെല്ലാം കഴിക്കുന്നിടത്ത് ഞാൻ ഇപ്പോൾ അത് ഒന്നാക്കിയിട്ട് നന്നായിട്ട് ഒരുപാട് കറിയെല്ലാം കൂട്ടാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഉച്ച ആ ഒരു 11 മണി ആ ഒരു ടൈം എന്തെങ്കിലും ഫ്രൂട്ട്സോ, അതും ക്വാണ്ടിറ്റി കുറച്ചിട്ടാണ് കഴിക്കുക. അങ്ങനെ ഒരുപാട് കഴിക്കലില്ല. പിന്നെ ഒരു ഉച്ച ആ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസ് നമ്മൾ കുറേ എടുത്തിട്ട് കഴിക്കാണ്ട് കുറച്ച് റൈസ് എടുക്കുക. അതായത് നമ്മൾ ചോറ് എന്ന് പറയുന്നത് കുറച്ചത് ഇപ്പം നമ്മൾ എത്ര സ്പൂണാണ്, ഇപ്പം വലിയ ഒരു 3-4 സ്പൂണിലെടുത്തിട്ട് കഴിക്കുന്നവർ 2 സ്പൂൺ ആക്കുക. അങ്ങനെ ആ സ്പൂണാക്കി കഴിക്കുക. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും പ്രോട്ടീൻ, നിങ്ങളിപ്പം ചിക്കൻ അങ്ങനെയെല്ലാം കഴിക്കുന്നവരാണെങ്കിൽ ചിക്കൻ എടുക്കാം. ഞാൻ എല്ലാ ദിവസവും എടുക്കുന്നത് മുട്ടയാണ്.
മുട്ട ജസ്റ്റ് നമ്മൾ ഉള്ളി അങ്ങനെയുള്ള സംഭവം ഇട്ടിട്ടാക്കിയിട്ട് ഒരു ഇതാണ് എടുക്കൽ. പിന്നെ എന്തെങ്കിലും പച്ചക്കറി ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും വറവ്, കാബേജോ ബീൻസോ അങ്ങനെ എന്തെങ്കിലും വറവുണ്ടാവും, പിന്നെ തൈര് ഉണ്ടാവും. അങ്ങനെയെല്ലാം ഇതാക്കിയിട്ടാണ് കഴിക്കൽ. പിന്നെ ഒരു ഈവനിങ് ആ ഒരു വൈകുന്നേര ടൈമാണ് പിന്നെ എന്തെങ്കിലും കട്ടൻ ചായയോ, ചില സമയത്ത് കട്ടൻ ചായ കുടിക്കും, ചില സമയത്ത് പാൽ വെച്ച ചായ ഷുഗർ ഇല്ലാണ്ട് കുടിക്കും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എന്തെങ്കിലും കഴിക്കും. അധികം പരിപ്പ് വട അങ്ങനെയുള്ളത് തന്നെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ പഴംപൊരി അങ്ങനെ ഒന്നും കഴിക്കാൻ തന്നിട്ടില്ല, ആ സംഭവം കഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ 7 മണിക്ക് മുന്നേ ഞാൻ രാത്രിയത്തെ ഫുഡ് കഴിക്കും. അതിപ്പം രാത്രിയത്തെ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഞാൻ ഓട്സ് കുടിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ രാവിലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എത്രയാണെന്ന് വെച്ചാൽ അതൊന്ന് കഴിക്കും. നന്നായിട്ട് അതിൻ്റെ കൂടെ കറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കും. അധികവും ഇവിടെ കറി ഉണ്ടാക്കുന്നത് ഇപ്പം മുട്ട റോസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വെള്ളക്കടലേൻ്റെ കറി ആയിരിക്കും, ഗ്രീൻ പീസ് ആയിരിക്കും, കടല, ചെറുപയർ അങ്ങനെ എന്തെങ്കിലും. ഇനി അതും അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുപയർ ഇങ്ങനെ പുഴുങ്ങിയിട്ട്, വെറും ചെറുപയർ പുഴുങ്ങിയിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഉള്ളി അങ്ങനെയുള്ള സംഭവം ഇട്ടിട്ടൊരു സാലഡ് പോലെ ആക്കിയിട്ട് കഴിക്കും 7 മണിക്ക് മുന്നേ. ഇങ്ങനെയാണ് കഴിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായത്. അപ്പോൾ തന്നെ പിന്നെ ഇത്രയാണ് ഈ ഒരു 2 മാസം ഞാൻ ചെയ്തിട്ടുണ്ടായിന്. പിന്നെ അതിൻ്റെ കൂടെ പിന്നെ പ്രത്യേകിച്ചിട്ടാണ് എക്സസൈസ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണൊന്നും ചെയ്തിട്ടുണ്ടായിട്ടില്ല. ജസ്റ്റ് ഒന്ന് നടക്കും, പിന്നെ മുകളിലും താഴെ നമ്മൾ സ്റ്റെയർ കയറി ഇറങ്ങും, അങ്ങനെയുള്ള സംഭവം ചെറിയ ചെറിയ സംഭവമേ ചെയ്തിട്ടുണ്ടായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ 55 എത്തിയത്. 58, 59, 55 എത്തി. നമ്മൾ വെയിറ്റ് കുറഞ്ഞോന്ന് ചോദിച്ചാൽ കുറഞ്ഞിട്ടുണ്ടാവും. നമുക്കിപ്പം ഡ്രസ്സിലിടുമ്പോൾ തന്നെ നല്ല വ്യത്യാസം ഉണ്ട്. നമുക്ക് ആ ഒരു 58 നമ്മളെ ഫേസ് ഇപ്പം ഞാൻ ആ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. 58, 59 സമയത്ത് കുറച്ചും കൂടി ഇതാണ്. 55 ആകുമ്പോൾ നമ്മളെ ഫേസിലൊരു മാറ്റം വരും. അതുപോലെ നമുക്ക് കൈയുടെ ഈ ഒരു ഭാഗത്തുണ്ടായ സംഭവം നല്ല വ്യത്യാസം ഉണ്ടാകും. അതുപോലെ നമ്മുടെ ഹിപ്പിൻ്റെ ആ ഒരു സൈഡൊക്കെ കുറച്ചും കൂടി നമുക്കിങ്ങനെ സ്ലിം ആയ പോലെ തോന്നും. പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളിതിപ്പോൾ ഒന്നും ചെയ്യാണ്ട് നമ്മളിത് ഫുഡ് മാത്രം കൺട്രോൾ ചെയ്തിട്ട് വെയിറ്റ് കുറഞ്ഞാണ്. അതിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കത് മനസ്സിലാവും. നമ്മുടെ സ്കിന്ന് നമ്മളെ പ്രത്യേകിച്ച് ഫേസ് അല്ല, നമ്മുടെ ബോഡിയിലുള്ള സ്കിന്ന് കുറച്ചും കൂടി നല്ല ലൂസായിട്ട് നമുക്ക് തോന്നും, കുറച്ച് നല്ല ലൂസായിട്ട് തോന്നും. അതേസമയം നമ്മളിപ്പോൾ എന്തെങ്കിലും നല്ല വർക്കൗട്ടോ എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഡാൻസ് ആയാലും മതി, കുറച്ച് നല്ല ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വർക്കൗട്ട് എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ കൂടെ ഈ ഫുഡും കൂടി കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മളിത് കുറച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്കിൻ നല്ല ടൈറ്റ് ആയിരിക്കും. പ്രത്യേകിച്ചിട്ട് നമ്മൾ ആ ഒരു സ്റ്റൊമക്ക് ഏരിയയെല്ലാം നല്ല ടൈറ്റ് ആയിരിക്കും. അപ്പം ഇത് ഫുഡ് മാത്രം കൺട്രോൾ ചെയ്ത് നമുക്ക് വെയിറ്റ് എന്തായാലും കുറയും. നമ്മളെ വെയിറ്റും നമ്മൾ ഇപ്പോൾ ആ ഒരു മെഷീനിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് കുറയും. പക്ഷെ നമുക്ക് ഫാറ്റ് ലോസും കൂടി ഉണ്ടായിക്കഴിഞ്ഞാലാണ് നല്ലൊരു ഡിഫറൻറ്റ്, അതായത് നമ്മുടെ സ്കിന്നായാലും മസിൽസ് ആയാലും എല്ലാം നല്ല ടൈറ്റ് ആയിട്ടുണ്ടാവും. അപ്പം അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടും കൂടി ഒരുമിച്ചിട്ട് കൊണ്ടുപോകണം. അല്ലെങ്കിൽ നമ്മളെ സ്കിന്ന് പുറമേ കാണുമ്പോൾ നമുക്കൊന്നും കുഴപ്പമുണ്ടാവില്ല, പക്ഷെ നമ്മളെ സ്കിന്ന് കുറച്ചൊരു ലൂസായിട്ടുണ്ടാവും. അത് ടൈറ്റ് ചെയ്യണമെങ്കിൽ നല്ലൊരു വർക്കൗട്ട് ചെയ്യണം. ഈ ഒരു 2 മാസം ഞാൻ ആകെ കൂടി ചെയ്തിട്ടുണ്ടായത് ഈ ഒരു ഫുഡ് കൺട്രോൾ മാത്രം. കാരണം ഞാൻ വിചാരിച്ചത് അത്രയല്ലേ വെയിറ്റ് കുറയാനുള്ളൂ, അതുകൊണ്ട് പിന്നെ വലിയ അങ്ങനെ ഡാൻസോ അങ്ങനെയുള്ള യോഗ അങ്ങനെയുള്ള സംഭവമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേങ്കിൽ നമ്മളെ സ്കിന്നിൽ അത് ശരിക്കും മനസ്സിലാവും. കാരണം നമുക്കൊരു കുറച്ചൊരു ലൂസായ പോലെ, നമ്മളിങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ ഇതായിട്ട് പോകുന്ന പോലെ നമുക്ക് തോന്നും. അപ്പം ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ രണ്ടും കൂടി ഒരുമിച്ചിട്ട് കൊണ്ടുപോകാം. ഫുഡും കൺട്രോൾ ചെയ്യുക. ഫുഡ് കൺട്രോൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യില്ല, നമ്മൾ കഴിക്കാണ്ടിരിക്കാൻ പാടില്ല. രാവിലത്തേത് ഉച്ചക്കത്തേത് എല്ലാം കൃത്യമായിട്ട് കഴിക്കുക. പക്ഷേ അതൊരു 7 മണിക്ക് മുന്നേ കഴിക്കാൻ ശ്രമിക്കുക. 7 മണിക്ക് ശേഷം കഴിക്കാണ്ടിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ അതുപോലെ തന്നെ എല്ലാ ഫുഡും നമുക്ക് കഴിക്കാം. ചിക്കൻ കഴിക്കുന്നവർക്ക് ചിക്കൻ, മുട്ട, മീൻ എല്ലാം കഴിക്കാം. പക്ഷെ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി കുറയ്ക്കുക. ഇപ്പം നമ്മളിപ്പോൾ ഒരു 2, 3 ഇപ്പോഴും പഴമെല്ലാം കഴിക്കുന്നതാണെങ്കിൽ അത് ഒന്നായിട്ട് കുറക്കുക. കാരണം ശരിക്കും നമുക്ക് അത്രയും ആവശ്യമുള്ളൂ. അപ്പോൾ അത്രയും കഴിക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ ശരിക്കും അവോയ്ഡ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പഞ്ചസാര പോലെയുള്ള സംഭവമെല്ലാം ശരിക്കും ഒഴിവാക്കുക. ഇപ്പം ജ്യൂസ് കുടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാര ഇടാണ്ട് കുടിക്കുക. ഇപ്പം ചായ കുടിക്കുന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇല്ലാണ്ട് കുടിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ചായ കുടിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് കട്ടൻ ചായ പോലത്തതാണെങ്കിൽ അങ്ങനെ പാലൊഴിക്കാണ്ട്. ഈ പാൽ കുടിച്ചുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അത് നമ്മളധികം ഷുഗറെല്ലാം ഇട്ടിട്ടല്ലേ കുടിക്കുക, അതില്ലാണ്ട് കുടിക്കാൻ ശ്രമിക്കാം. പിന്നെ നമ്മളിപ്പം ഉച്ചയ്ക്ക് ഒരുപാട് ചോറെടുത്ത് കഴിക്കുന്ന, ഇപ്പം 4-5 സ്പൂണെല്ലാം എടുത്തിട്ട് കഴിക്കുന്നവരാണെങ്കിൽ അതൊരു 2.5 ഇലയാക്കിയിട്ട് കുറക്കുക.
പിന്നെ അതിൻ്റെ കൂടെ നന്നായിട്ട് വെജിറ്റബിൾസ്, പ്രോട്ടീൻ എന്ന് പറയാൻ മുട്ട, ചിക്കൻ എന്തും എടുക്കാം, എല്ലാം എടുത്തിട്ട് കഴിക്കുക. പിന്നെ രാവിലെ അതുപോലെ തന്നെ നിങ്ങൾ എത്രയാണോ കഴിക്കുന്നത് അതിൻ്റെ ജസ്റ്റ് ഒന്ന് ഹാഫാക്കി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ അതിൻ്റെ കൂടെ വർക്കൗട്ടും കൂടി ചെയ്യുകയാണെങ്കിൽ ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 45 മിനിറ്റ്സ് എന്തെങ്കിലും. പിന്നെ നിങ്ങൾക്ക് ഈ സൈക്ലിംഗ് പോലത്തെ ഒരു സംഭവമില്ലേ, അതിൻ്റെ അകത്ത് കയറിയിട്ട് ചെയ്യാം. ഇനി ഓടുന്നവർക്ക് നടക്കുന്നതിനെ കേട്ടുന്നല്ല, എനിക്കൊന്ന് ഓടിക്കഴിഞ്ഞാൽ നല്ലൊരു നമുക്ക് ജിമ്മിലെല്ലാം പോകുന്ന പോലെ തന്നെ നമ്മളെ മസിൽസ് എല്ലാം ടൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ പ്ലാഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സസൈസ് ഉണ്ടല്ലോ, അതൊരു ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് നല്ല വ്യത്യാസമുണ്ട്. ഇപ്പം ഞാൻ അതൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മളൊരു വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചസും എല്ലാം കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്താ ആ ഒരു ടൈറ്റ്നെസ് കിട്ടില്ല. നമുക്ക് ടൈറ്റ്നെസ്സും കൂടി വേണമല്ലോ. അപ്പോൾ അത് കിട്ടണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യമാണ് ഞാൻ എൻ്റെ ഒരു ഇതിൽ ചെയ്തിട്ടുണ്ടായത്. ആ ഒരു 50 kg കുറച്ച സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മൊത്തമായിട്ട് ടെൻഷൻ അടിച്ച സമയത്ത് മെലിഞ്ഞതാണ്. കാരണം എനിക്ക് ഒരു ഫുഡ് കഴിക്കാനും പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സർജറി ചെയ്യുകയും വേണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ട്. പിന്നെ പേടിച്ചിട്ടായിരുന്നു ഞാൻ ഫുഡ് മൊത്തമായിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചക്കത്തെ ചോറെല്ലാം നല്ലോണം കുറച്ച്. കൊഴുപ്പിലൊന്നും കഴിക്കാൻ പറ്റില്ല, പിന്നെ മുട്ട കഴിക്കാൻ പറ്റില്ല, പാലെന്ന് വെച്ചാൽ അവിടെ ചായയിലാന്ന് കുടിക്കുക, അത് തീരെ പറ്റാണ്ടായി. പിന്നെ നേന്ത്രപ്പഴം, അങ്ങനെ പഴങ്ങളധികം കഴിക്കരുത്, ഇങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ മെലിഞ്ഞിട്ടുണ്ടാവുക എന്ന് വെച്ചാൽ ടെൻഷൻ ഉള്ളത് കൊണ്ടായിരിക്കും കൂടുതലും മെലിഞ്ഞിട്ടുണ്ട്. അതൊരു 52, അതെൻ്റെ മൊത്തമായിട്ട് നമുക്ക് തിരിയും. ഫേസിലായാലും എല്ലാം ഒരു ഡൾനെസ് ഉണ്ടാവും, കുറച്ച് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ അതൊരു സർജറിയെല്ലാം കഴിഞ്ഞ ശേഷം ആ ഒരു ഫേസിലൊരു മാറ്റം ഉണ്ടായിരുന്നു. ഒരു ഫേസിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കരിവാളിപ്പ് എന്ന് പറയില്ല, പ്രത്യേകിച്ച് ഒന്നും ഇല്ലാണ്ട് തന്നെ കരിവാളിപ്പ് പോലെ അതെല്ലാം പോയിട്ടുണ്ടായിരുന്നു സർജറി കഴിഞ്ഞ ടൈം. നമുക്ക് ടെൻഷനില്ല. പിന്നെ എനിക്ക് ടെൻഷനില്ല. അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ എന്നാലും അധികം ഓവറായിട്ട് നമ്മൾ കഴിക്കരുത്. ഒരു എന്താ പറയുക, രാവിലെ ഇത്ര, ഉച്ചക്ക് ഇത്ര, അങ്ങനെ ഒരു 2-3 മാസം. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ഫുഡും കഴിക്കാം. പിന്നെ ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ആ ഒരു 52-53 തന്നെയായിരുന്നു കളിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം പിന്നെയാണ് പറഞ്ഞതുപോലെ 58-ലേക്കായിട്ട് ഇപ്പം ആദ്യം 55-ലേക്ക് വന്നത്. അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫുഡ് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്തിട്ടാണ് കുറച്ചൊരു വെയിറ്റ് ലോസ് ഉണ്ടായത്. പക്ഷേ അതിനേക്കാളും നല്ലതെന്ന് പറയുന്നത് നമ്മൾ വർക്കൗട്ടും കൂടി ചെയ്തിട്ട് കുറയുന്നതായിരിക്കും. അതാണ് നമുക്കൊരു സ്കിൻ കുറച്ചും കൂടി ടൈറ്റ് ആയിട്ട് കിട്ടും. ഇപ്പം നല്ലൊരു വ്യത്യാസം ഉണ്ടോ, നമ്മൾ ഡ്രസ്സ് ഇട്ടുമ്പോൾ നമുക്ക് തോന്നുക നല്ല വ്യത്യാസം ഉണ്ടല്ലോ എന്ന്. പക്ഷെ അതിനേക്കാളും നല്ലത് നമ്മൾ സ്കിൻ എപ്പോഴും ടൈറ്റ് ആയിട്ടിരിക്കുക. ആ സ്കിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു നമുക്കിങ്ങനെ പുറമേ കാണുമ്പോൾ ഒന്നും കുഴപ്പം തോന്നില്ല. പക്ഷെ കുറച്ചൊരു ലൂസ്, നമുക്ക് ആദ്യമുള്ള പോലെ ആയിരിക്കില്ല, നമ്മൾ കുറച്ച് മെലിയുമ്പോൾ കുറച്ചും കൂടി ലൂസ് ആവുമല്ലോ. അതെ. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി ചെയ്യാം. ഫുഡും അതുപോലെ തന്നെ അതിപ്പോൾ ഒരു നല്ലൊരു ട്രെയിനറെ കണ്ടിട്ട് അവരെ ഇതിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടിയും നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പാർട്ട് 2 എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത്രയേ ഉള്ളൂ.